CPIM ഇന്ത്യ സഖ്യത്തിൽ ഉള്ള ഒരു പാർട്ടിയാണ്. ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസുമാണ്. പക്ഷേ കേരളത്തിൽ CPIM-ഉം കോൺഗ്രസും ബദ്ധശത്രുക്കളാണ് എന്നതിൽ ആർക്കും സംശയമുണ്ടാവില്ല. നിയമസഭ, ലോകസഭ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസും CPIM-ഉം തമ്മിലുള്ള നേർക്കുനേർ മത്സരമാണ് കേരളത്തിൽ നടക്കാറുള്ളത്. NDA താരതമ്യേന വളരെ ചെറിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അല്ലെങ്കിൽ BJP തെരഞ്ഞെടുപ്പ് മുഖത്ത് കോൺഗ്രസിനും അല്ലെങ്കിൽ CPIM-നോ വലിയ എതിരാളികളല്ല. അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിലേതുപോലെ കോൺഗ്രസും CPIM-ഉം തമ്മിൽ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷമല്ല കേരളത്തിലുള്ളത്. കേരളം വിട്ടാൽ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ CPIM-ഉം കോൺഗ്രസും ഒരുമിച്ചാണ് രാഷ്ട്രീയ പ്രവർത്തനം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കാറുള്ളത്. അവിടെ CPIM സ്ഥാനാർത്ഥികൾ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് CPIM-ന് വിട്ടു നൽകി അവിടെ CPIM-നെ വിജയിപ്പിച്ചത്. ആ വിജയം കൊണ്ട് മാത്രമാണ് CPIM-ന് ഇപ്പോൾ ദേശീയ പാർട്ടി പദവി നിലനിൽക്കുകയും ചെയ്തത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണി യോഗത്തിൽ രാഹുൽ ഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് CPIM-നെ വിമർശിക്കുന്ന കാര്യത്തിലൊന്നും തങ്ങൾ ഒരു ഇഞ്ച് പിറകോട്ട് പോകുന്ന പ്രശ്നമില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മുന്നണി. അപ്പോൾ സ്വാഭാവികമായും ചില സംസ്ഥാനങ്ങളിലെല്ലാം എതിർപ്പുണ്ടാകും. ആ എതിർപ്പിന് അനുസൃതമായ വിമർശനവും ഉണ്ടാകുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയെ CPIM നേതാക്കന്മാർ തള്ളിക്കളയുകയും രാഹുൽ ഗാന്ധി സഖ്യത്തിന് വിരുദ്ധമായ നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നൊക്കെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവർ വിമർശിച്ച ഭാഷ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ CPIM നേതാക്കന്മാർ വിമർശിച്ച ഭാഷയിൽ BJP-ക്കാർ പോലും രാഹുൽ ഗാന്ധിയെയോ ഗാന്ധി കുടുംബത്തെയോ അവഹേളിച്ചിട്ടുണ്ടാവില്ല. സൈബർ CPIM-ന്റെ പോരാളികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളൊക്കെ രാഹുൽ ഗാന്ധിയെ മാത്രമല്ല, സഹോദരി പ്രിയങ്ക ഗാന്ധിയെയും ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രാജീവ് ഗാന്ധിയുടെ വിധവ കൂടിയായ രാഹുലിന്റെയും പ്രിയങ്കയുടെയും അമ്മ സോണിയ ഗാന്ധിയെയും എല്ലാം ആക്ഷേപിച്ചത് ഒരുപക്ഷെ BJP-ക്കാർ അധിക്ഷേപിക്കുന്നതിൽ അപ്പുറമാണ്. ഇതൊന്നും ഒരു കോൺഗ്രസുകാരും കേരളത്തിൽ മറന്നിട്ടുണ്ടാവില്ല. ഒരു പൊതുമിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരായ CPIM-ന്റെ വിമർശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ പ്രസ്താവന പുറത്തു വന്നിരിക്കുകയാണ്. മുഖം വികൃതമായതിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് AICC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അഭിപ്രായപ്പെട്ടത്. അതായത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഉണ്ടായ പരാജയത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മാത്രമല്ല CPIM-ന്റെ പരാജയത്തിന് ഒരു ഘടകമായത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ എന്ന് കൊട്ടിഘോഷിച്ച CPIM-ന് എന്താണ് ഭരണ നേട്ടമെന്ന് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ലാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യം, ധാർഷ്ട്യം, ധിക്കാരം ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുന്നതിലോ, രാഹുൽ ഗാന്ധിയെ വഴക്കു പറയുന്നതിലോ, രാഹുൽ ഗാന്ധിയെ തെറിയഭിഷേകം നടത്തുന്നതിലോ യാതൊരു കാര്യവുമില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി ഈ കോൺഗ്രസിന്റെ സമുന്നത നേതാവാണ്. കേരളത്തിൽ കോൺഗ്രസും BJP-യും നേർക്കുനേർ പോരാടുന്ന ഒരു സംസ്ഥാനമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം CPIM-നെ കുറ്റം പറയുമായിരുന്നില്ല. പക്ഷേ കേരളത്തിൽ കോൺഗ്രസും CPIM-ഉം തമ്മിലാണ് മത്സരം. ഇടതുപക്ഷ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലാണ് മത്സരം. ഇടതു മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPIM-ഉം ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസുമാണ്. അതുകൊണ്ട് കേരളത്തിലെത്തിയാൽ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഘട്ടങ്ങളിൽ CPIM-ന്റെ വിമർശിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. CPIM-ന്റെ നയങ്ങളെ വിമർശിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അതിന്റെ പേരിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കാൻ ഇനിയെങ്കിലും CPIM നേതാക്കന്മാർ തയ്യാറാകണം. അധിക്ഷേപിക്കുന്നത് BJP നേതാക്കന്മാർക്ക് അപ്പുറമുള്ള ഭാഷ കടമെടുത്ത് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുമ്പോൾ ആ CPIM-ന്റെ രാഷ്ട്രീയ പാപ്പരത്വം തുറന്നു കാണിക്കുകയാണെന്ന് അവർ തിരിച്ചറിയണം.